പുണ്യനദിയായ പമ്പാ നദിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പമ്പാ നദി ഇടുക്കി ജില്ലയിൽ, രാവിലെ സൂചിപ്പിച്ചിരുന്നു, ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുളച്ചിമലയിലാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ ഉത്ഭവസ്ഥാനം അവിടെയാണെങ്കിൽ അതിന്റെ പതനസ്ഥാനം ഏറ്റവും അവസാന ഭാഗമാണ്. 176 കിലോമീറ്റർ നീളമുള്ള പമ്പാ നദിയുടെ ഇതിന്റെ അവസാന ഏകദേശം 1 കിലോമീറ്ററോളം നീളുന്ന ഒരു ഭാഗമാണിത്. വേമ്പനാട് കായലിലേക്ക് ഒഴുകിച്ചേർന്ന് അവസാനിക്കുകയാണ് പമ്പാ നദി. നീളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 3ാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ. 1ാം സ്ഥാനത്ത് പെരിയാർ, 2ാം സ്ഥാനത്ത് ഭാരതപ്പുഴ, 3ാം സ്ഥാനത്ത് പമ്പ. പമ്പാ നദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശബരിമല ക്ഷേത്രമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നത് കൊണ്ടാണ് പുണ്യനദി എന്ന് പമ്പാ നദി അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിന് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 3 മീറ്ററോളം താഴ്ന്നാണ് പൊതുവെ കുട്ടനാട്. ടോട്ടലി കുട്ടനാട് 3 മീറ്ററോളം താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കുട്ടനാട്ടിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കൈനകരി ഗ്രാമപഞ്ചായത്ത്. ആ കൈനകരി ഗ്രാമപഞ്ചായത്തിലെ കുപ്പപ്പുറം എന്നുള്ള മേഖലയാണ് വലതുഭാഗത്ത് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ മേഖലകളിലൊക്കെ താമസിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട പോലുള്ള ഹൈറേഞ്ച് മേഖലയിൽ എവിടെ മഴ പെയ്താലും ആ മഴവെള്ളം എല്ലാം ഏറ്റവും താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പമ്പാ നദിയിലൂടെ ഈ ഒരു മേഖലയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ദുരിതം 2018 പ്രളയമൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച ഒരു മേഖല കൂടിയാണ് ഈ ഒരു പ്രദേശം. അന്നേ ആ സമയത്ത്, ആ പ്രളയ സമയത്ത് കുട്ടനാട്ടിലെ ആയിരക്കണക്കായ ജനങ്ങളെ മുഴുവനായും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് രക്ഷിച്ച് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. കുത്തിയൊലിച്ചെത്തിയ കിഴക്കൻ മലവെള്ളപ്പാച്ചിലിൽ അന്ന് കുട്ടനാടൻ ജനത അവരുടെ വിലപ്പെട്ടതെല്ലാം, അന്നുവരെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും അവരുടെ വീടും എല്ലാം ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി പാർക്കേണ്ടി വന്നു കുട്ടനാടൻ ജനതയ്ക്ക്. ആ തരത്തിൽ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല. നമസ്കാരം. പേരെന്റെ അദ്വിക്. സ്ഥലം പാലക്കാട്. പാലക്കാട് എവിടെയാ? പാലക്കാട് മറ്റേ ചിറ്റൂർ. പാലക്കാട് വരാറുള്ളതാണ്. നമ്മുടെ യാത്ര അടിപൊളിയാണ്. സൂപ്പർ. നമ്മുടെ ബ്ലോഗ് എങ്ങനെയുണ്ട്? മക്കളെ മറ്റേ സാറ് ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ടുള്ള സാർ വരില്ലേ? പോലീസ് ഓഫീസർ ലുക്കില്ലേ, സിഐ ലുക്കിലാണ്. ഡാൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വൈബാകാൻ പോകുന്നേ ഉള്ളൂ. ആഫ്റ്റർനൂണാണ് നമ്മുടെ യഥാർത്ഥ പ്രോഗ്രാം. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ ചേച്ചി, ഇതെന്റെ അമ്മ. പിന്നെ ഒരാൾ മുന്നിലുള്ള ആള് അമ്മായിന്റെ മോൻ വരും. അങ്ങനെ നമ്മുടെ അമ്മായിന്റെ മോൻ ഇത്തിരി ഭക്ഷണത്തിനും ദേഷ്യത്തിലായിരുന്നു.
ആയിട്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് ബിജു. ബിജുട്ടൻ എത്ര വർഷമായി തുടങ്ങിയിട്ട്? അച്ഛന്റെ കാലം തൊട്ടേ ഉള്ള. അച്ഛൻ്റെ കാലനാട്ടാണ്. ഇച്ചപ്പുണ്ടോ? അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ചേട്ടൻ ഏറ്റെടുത്തു. അതെ. കച്ചവടം കുഴപ്പമില്ല. അച്ഛൻ ഇങ്ങനെ പോണ്. അടിപൊളി ഫുഡാണ്. ഇഷ്ടപ്പെട്ടു. എല്ലാ ഫുഡും കഴിച്ചു. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിന്ദുവിന് നമ്മുടെ വീടല്ലേ? വീടാണ്. ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല വൈബാണ്. പിന്നെ ഞങ്ങൾ വന്ന ടീം പോയി പൊളിയാണ്. അടിപൊളി ടീമാണ്. ഓഫീസേഴ്സും അടിപൊളിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ യാത്ര പുനരാരംഭിക്കുന്നു. നമ്മുടെ കൂടെ വന്നിട്ടുള്ള സഹയാത്രികൾ എല്ലാവരും ബോട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.